മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ലാണ്. മോള് കുറച്ച് നേരം ഒന്ന് അകത്തേക്കിരുന്നോ? സാധാരണ ഇത്തരം കേസുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞാൻ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാന്ദ്രയുടെ തീരുമാനം. എൻ്റെ നഷ്ടങ്ങൾ ഓർത്തല്ല, ചേച്ചിയുടെ കാര്യം ഓർത്താണ് എനിക്ക് കൂടുതൽ വിഷമം. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് പറ്റിച്ചിട്ട് അവളുടെ പണവും തട്ടിയെടുക്കുക. അക്ഷരാർത്ഥത്തിൽ ഉല്ലാസ് സാന്ദ്രയെ പറ്റിക്കുകയായിരുന്നു. സാന്ദ്രയെ മാത്രമല്ല, മിനി. ഈ കേസിൽ മിനിയുടെ മൊഴി വളരെ നിർണായകമാണ്. 1-2 പ്രാവശ്യം ഒന്ന് കോടതിയിൽ വരേണ്ടി വരും. ഈ പേപ്പറിലൊക്കെ ഒന്ന് ഒപ്പിട്ട് തരണം. പൈസക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ഞങ്ങൾ ഇറങ്ങട്ടെ. സർ, ഉല്ലാസിനെ പറ്റി എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കേസ് ജയിക്കുവാൻ ഇത് ഉപകരിക്കുമെന്ന് എനിക്കറിയില്ല. ഉല്ലാസിന്റെ ജാതകത്തിൽ 7ാം ഭാവത്തിൽ 3 പാവഗ്രഹങ്ങളാണ്. അത് കോടതി പറയണം. നമസ്കാരം. കുറെ നാളായില്ല കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാനിപ്പോ ഇവരുടെ കൂടെ ഒരുത്തന്നെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവാ. ആരകത്താരാ? എന്റെ ഒരു ഫ്രണ്ടാ. ഓക്കെ എന്നാ ശരി ശരി. അതെ, പെണ്ണിന്റെ അച്ഛൻ വിളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ തന്നെ നേരെ ഒത്തിരിയായി. പെണ്ണേ ഡോക്ടറാ, കാണാനോ ഭയങ്കര സുന്ദരിയാ. 50 ലക്ഷമാ ശ്രീധരമായിട്ട് കിട്ടാൻ പോകുന്നത്. ഇത് നടന്നിരിക്കും. പെണ്ണിന്റെ അച്ഛനാ, എന്തോ പറയണം? ഉച്ച കഴിഞ്ഞ് വന്നോടാ, ഇപ്പൊ ഇച്ചിരി തിരക്കില്ല. അതോ? അതെ, ചെറുക്ക ഒരു ജാമ്യത്തിന്റെ ആവശ്യത്തിനായിട്ട് ജയില് വരെ പോയിരിക്കുക. ജാമ്യം കിട്ടിയ ഉച്ചക്കെത്തും. ഓ അതെ. ഹലോ ഹലോ. പെണ്ണിന്റെ അച്ഛൻ കട്ട് ചെയ്തല്ലോ. എന്താ കാര്യം? അറിയാലോ, ഉല്ലാസാകെ തകർന്ന അവസ്ഥയിലാണ്. ചിലപ്പോ പുറത്തേക്ക് വരുമ്പോ നമ്മളെ കണ്ട കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അതുകൊണ്ടൊരു ആത്മസംയമനം പാലിക്കണം. അതെ, ഈ അകത്ത് കിടക്കുന്ന ആൾക്കല്ലേ 3 കല്യാണ യോഗം ഉണ്ടെന്ന് പറഞ്ഞു. അതെ, അതിലിപ്പോ 2 കല്യാണം വിജയകരമായി നടന്ന സ്ഥിതിക്ക് അടുത്തത് ഇനി ആരാണാവോ? ഞാനും കാത്തുനിന്ന് ബോറടിച്ചാണോ? രാജൻ ചേട്ടൻ ഇവിടെ എങ്ങനെ എത്തി? ഉല്ലാസിന് ഒരു ആവശ്യം വരുമ്പോ സഹായിക്കേണ്ടത് എന്റെ കടമയാണല്ലോ. എന്റെ ജാമ്യം എടുത്ത് എന്റെ മോളാ അനാമിക. താങ്ക് യു. നീ ഇതൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ടല്ലോ, അത് മതി. നമ്മൾ ചിരിച്ചുകൊണ്ട് വേണം എല്ലാത്തിനും നേരിടണമെന്നാ പറയുന്നത്. ഞാനൊരു ദുരുദ്ദേശം ചെയ്തതൊന്നും അല്ലല്ലോ ചേട്ടപ്പേട്ട. ഏത് ലോ കോളേജിലാണ് പഠിച്ചത്? എറണാകുളം ലോ കോളേജ്. ഓ, വക്കീലാവണമെന്നായിരുന്നു എന്റെ ഈ മോഹം. പിന്നെ കറുത്ത കോട്ടിടണമല്ലോ എന്ന് ആലോചിച്ചപ്പോ വേണ്ടെന്ന് വെച്ചാ വന്നോ. എതിർഭാഗത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറെ അവരുടെ കുടുംബ സുഹൃത്ത ഉല്ലാസ് വക്കീലിനെ എന്തെങ്കിലും ഫിക്സ് ചെയ്തായിരുന്നു? ആലോചിക്കാം, നല്ലൊരാളെ തന്നെ വെക്കാം. അതെ, ഈ കലാകാരന്മാരുടെ കാര്യം എങ്ങനെയാ? നല്ല അവസരം കിട്ടിയാൽ മാത്രമേ അയാൾക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ എന്നതുപോലെ ആ വക്കീലന്മാരുടെ കാര്യവും അവർക്ക് നല്ലൊരു കേസ് കിട്ടണം. മടിക്കാതെ കാര്യം പറ രാജാ. ഇവളിപ്പോ ജൂനിയറായിട്ട് പോവുക. വലിയ കിട്ടപ്പോരുന്നില്ല. പിന്നെ ഉല്ലാസിന്റെ കേസ് ഇപ്പൊ ടിവിയിലും പത്രത്തിലും ഒക്കെ വന്നിട്ട് നല്ല പേരായിട്ടുണ്ട്. അതെന്റെ മോളുടെ ഭാഗ്യാണ്. ഉല്ലാസിന്റെ കേസ് എന്റെ മോൾക്ക് കൊടുത്താ അതൊരു നല്ല ബലമായിരിക്കും. എണീക്കണം, എണീറ്റേ. കടമയും ഓവർ ആത്മാർത്ഥത കണ്ടപ്പോ എനിക്ക് തോന്നിയതാ. അതെ, ഇത് പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാവുന്നൊരു കേസല്ല. അകത്ത് കിടന്ന് അടിയെണ്ണേണ്ടി വരും. നല്ല എക്സ്പീരിയൻസ് ഉള്ള വക്കീലാവണം. നിനക്കിപ്പോ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നിന്നെക്കാൾ ഭംഗിയായി പുതിയ പിള്ളേരെ കൊട്ടുന്നില്ലേ? അതുപോലാണോ ഇത്? ആദ്യം ഈ കുട്ടിക്ക് അതിന്റെ വകുപ്പുകളും കാര്യങ്ങളും അറിയാൻ നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. സൗമ്യേ,
ഫാമിലി പ്രോബ്ലംസും അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ കൂട്ടിക്കുഴച്ചാൽ എങ്ങനെയാ? അസൈൻമെന്റുകൾ സമയത്ത് സബ്മിറ്റ് ചെയ്യണ്ടേ? ബുക്ക് വീട്ടിലാ. അതൊക്കെ ഒരു റീസൺ ആണോ? ദേ, ഞങ്ങൾ എല്ലാരും ഇല്ലേ തന്റെ കൂടെ? ഈ സ്കൂളിലെ ഒരു കുട്ടി പോലും അച്ഛന്റെ ഈ പ്രശ്നങ്ങളോ കേസിന്റെ കാര്യമോ ഒന്നും ചോദിച്ച് മോളെ കളിയാക്കില്ല. ഈ ടോപ്പിക്ക് സ്റ്റുഡൻസ് ആരും സംസാരിക്കുക പോലും ചെയ്യരുതെന്ന് നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. പോരെ? പിന്നെ PTA മാനേജ്മെന്റിന്റെ സംയുക്തമായ തീരുമാനമാണ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തിന് ഉല്ലാസിന്റെ പ്രോഗ്രാം വേണ്ടാന്ന്. അത് സ്കൂളിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. സൗമ്യ തന്നെ അച്ഛനോട് പറയണം പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. ഞാനിപ്പോ അച്ഛനെ വിളിക്കാറില്ല. എനിക്ക് വിളിക്കാൻ പറ്റില്ല. ഉല്ലാസിന്റെ ഫോണൊക്കെ ഇപ്പൊ പോലീസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. എടാ ചായപ്പൊടി എവിടെ ഇരിക്കുന്നത്? നീ അകത്ത് നിന്ന് 1-2 ചായ ഇട്ടേ. അഞ്ചാറ് ചായ ഉണ്ടാക്കി തന്നിട്ടേ ഈ കേസ് തട്ടിയെടുക്കാനുള്ള പരിപാടിയല്ലേ? 4 ദിവസം കൊണ്ട് ജാമ്യം എടുത്തെന്നില്ലേ, ഒരു അവസരം കൊടുത്ത് നോക്കിയാലോ? ചുമ്മാ അവസരം കൊടുക്കാൻ ഇത് കരോക്കെ ഗാനമേളയല്ല, ദയിരിക്കുന്ന മനുഷ്യന്റെ ജീവിതം വെച്ചുള്ള കളിയാ. ചായ നീ ആ ചായ എടുത്ത് കുടിച്ചേ. അതെ, ഇതാണോ പുതിയ ഭാര്യ? ഹലോ, ഞങ്ങളിവിടെ പിറകി താമസിക്കുന്ന നെയ്ബേഴ്സാ. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇങ്ങനെയായിരുന്നു. ഫസ്റ്റ് ഹി വാസ് മാരീഡ് ടു മിലേവ, ദെൻ എൽസ. ഓക്കെ, പിന്നെ കാണാം. ശരി. ഏതാ ഈ ആൽബർട്ട്? ഇവനൊക്കെയാണോ നിന്റെ അയൽവാസി? ഇതിലും ഭേദം വല്ല ജയിലിലും കിടക്കണതാ. ഞാനൊന്ന് പോയി മിനിയമോളെ കണ്ടാൽ. ഏയ്, അത് പറ്റില്ല. അക്യൂസ്ഡ് ഷാൾ നോട്ട് ഇൻഫ്ലുവൻസ് ദ വിറ്റ്നസ്. ഉല്ലാസിനെതിരെ സാക്ഷിമൊഴി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവരും പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആണ്. ജാമ്യവ്യവസ്ഥ ലംഘിച്ച ബെയിൽ റദ്ദാവും. നീ ഇതിന്റെ കേസും വകുപ്പും ഒക്കെ ഒന്ന് പറഞ്ഞേ. ഉല്ലാസിനെതിരായി പ്രധാനമായും 3-4 കേസുകളാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അതിൽ സാന്ദ്ര കൊടുത്ത കേസിൽ 3 ഒഫൻസുകളാണ് ഉണ്ടാകാൻ സാധ്യത. സെക്ഷൻ 493, 495 ഓഫ് IPC. കോഹാബിറ്റേഷൻ കോസ്ഡ് ബൈ എ മാൻ ഡിസീറ്റ്ഫുള്ളി ഇൻഡ്യൂസിംഗ് എ ബിലീഫ് ഓഫ് ലോഫുൾ മാരേജ്. നിയമപരമല്ലാത്ത വിവാഹം നിയമപരമാണ് എന്ന് ഒരു സ്ത്രീയെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ താമസിപ്പിക്കുകയോ ഭർത്താവ് എന്ന നിലയിൽ പെരുമാറുകയോ ചെയ്യുന്നത് 10 വർഷം കഠിന തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. സെക്ഷൻ 494 ഓഫ് IPC. മാരിയിങ് അഗെയിൻ ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് ഹസ്ബൻഡ് ഓർ വൈഫ്. ആദ്യ ഭാര്യ ജീവിച്ചിരിക്കെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത്. ഇതിന് എത്ര വർഷം തടവുണ്ട്? 7 വർഷം. പിന്നെ ദ മോസ്റ്റ് റിലവന്റ് ആൻഡ് ഡിസ്കസ്ഡ് സെക്ഷൻ 375, 376. റേപ്പ് അഥവാ മാനഭംഗം. മാനഭംഗം? അതെ, ഒരു പെണ്ണിന്റെ സമ്മതം ഭീഷണിയിലൂടെയോ പ്രലോഭനത്തിലൂടെയോ ചതിയിലൂടെയോ നേടുക. കൺസെന്റ് ഒബ്റ്റെയിൻ ബൈ ഫ്രോഡ്. 7 വർഷം അല്ല, ജീവപര്യന്തം കഠിന തടവിനുള്ള വകുപ്പുണ്ട്. ഓ, കഠിന തടവ് ഇച്ചിരി കട്ടിയാ. പിന്നെ സെക്ഷൻ 309, 511 ആത്മഹത്യാ പ്രേരണ ശ്രമം. ഇതൊക്കെയാണ് മറ്റു വകുപ്പുകൾ. തീർന്നോ? ഇല്ല, വേണമെങ്കിൽ ഒരെണ്ണം കൂടിയുണ്ട്. സെക്ഷൻ 370 ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അമേരിക്കയിലേക്ക് ആളെ കടത്തുന്നത്, രാജ്യദ്രോഹം. പിന്നെ അത് അവരും കൂടെ ഉൾപ്പെടുത്തത് കൊണ്ട് നമുക്ക് പേടിക്കാനില്ല. അവരും പറയില്ല, നമ്മൾ വേണ്ടില്ല. ആ പെണ്ണിനെ അമേരിക്കയിലേക്ക് കടത്തിയല്ല, അമേരിക്കക്കല്ലേ ദ്രോഹം. ഇന്ത്യക്ക് എന്താ? വക്കീല് ശരിയല്ല. എനിക്ക് സമാധാനമായി ജാക്കുവേട്ട. എന്റെ മോള് വന്നല്ലോ, അവൾക്കെങ്കിലും എന്നെ മനസ്സിലായി. നെഞ്ചത്തോട് വലിയ ഭാരം ഇറക്കി വെച്ച പോലെ. ഇനിയിപ്പോ കേസല്ലേ, അതിന് രാജേട്ടന്റെ മോളല്ലേ, നടത്തട്ടെ. മോളെ, അച്ഛൻ എന്നോട് മിണ്ടണ്ട. എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? പറ, എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്തേ? പറ. ഞങ്ങൾക്ക് എന്തൊരു വിഷമമായിന്നറിയോ? പറ. എന്തിനാ? സ്കൂളിൽ പോലും പോകാൻ പറ്റുന്നില്ല. എന്തിനാ എന്നോട് ചെയ്തേ? പറ. മോളെ, എന്തായി കാണിക്കുന്നത്?